ഹായ് ഫ്രണ്ട്സ്, 052/2024 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് LDC എക്സാമുമായി ബന്ധപ്പെട്ട് അതിലെ 10 മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, സംഖ്യകളുടെ ഒരു സമാന്തര ശ്രേണി. എങ്ങനത്തെ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരു സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏതാ എന്ന ചോദ്യം. അപ്പോൾ 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം വരുന്ന സംഖ്യ എത്രേ? അപ്പോൾ നോക്ക്, അപ്പോൾ 5, 10 സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം. ഓക്കെ, ശിഷ്ടം 3 വരണം. അപ്പോൾ അങ്ങനെ ശിഷ്ടം 3 വരുന്ന സംഖ്യ ഏതൊക്കെയാണ്? നമുക്കറിയാം, 10ൻ്റെ ഗുണിതങ്ങളായിരിക്കും, ശരിയല്ലേ? അതായത് ആദ്യത്തെ 10ൻ്റെ ഗുണിതം 13, 23, 33, 43. ഓക്കെ, കാര്യം നമുക്കറിയാം 10ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10, 20, 30, 40 ആണ് 10ൻ്റെ ഗുണിതങ്ങൾ, അല്ലേ? 10ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 10, 20, 30, 40 ഒക്കെയാണ്. ഇനി ശിഷ്ടം 3 വരിക എന്ന് പറഞ്ഞാൽ 13, 23, 33, 43 ഇതൊക്കെ 5 കൊണ്ടും, ഓക്കെ, 5 കൊണ്ടും അതുപോലെ തന്നെ 10 കൊണ്ടും ഹരിക്കുമ്പോൾ, 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ഈ 13, 23, 33, 43 ഒക്കെ ശിഷ്ടം എത്രയാണ് വരിക? 3 ആണ്. അപ്പോൾ 10ൻ്റെ ഗുണിതങ്ങൾ ആയിട്ടുള്ള സംഖ്യ 10, 20, 30, 40 എന്നറിയാം. എന്നാൽ 5ഉം 10ഉം കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ ആ ശ്രേണി ഏതായിരിക്കും? 13, 23, 33, 43 ആയിരിക്കും, അല്ലേ? കാര്യം അത് 5ഉം 10ഉം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 3 കിട്ടുക. അപ്പോൾ ഇതാണ് ആ ശ്രേണി. 13, 23, 33, 43 ആണ് ശ്രേണി. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 13 കൂടെ എത്ര കുട്ടികൾ? 23 കിട്ടുക. 10, 23 കൂടെ എത്ര കുട്ടികളാണ്? 33 കിട്ടുക. 10. അപ്പോൾ ആൻസർ 10 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. പൊതുവ്യത്യാസം 10. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക. നമുക്കറിയാം, ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ സംഗതി എന്താണ്? n² ആണ്. അപ്പോൾ 5 മുതൽ 25 വരെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 5 വരും, 7 വരും, 9 വരും, 11 വരും, 13 വരും, അല്ലേ? 13 വരും. അതുപോലെ തന്നെ 15 വരും, 17 വരും, 19 വരും, 21 വരും, 23 വരും, 25 വരും. ഓക്കെ, അതായത് അപ്പോൾ 1 മുതൽ 26 വരെയുള്ള സംഖ്യകൾ ഏത് മാത്രമേ ഇല്ലാത്തുള്ളൂ? 1ഉം 3 ഉള്ളൂ. 1ഉം 3 ഇതിൽ ഒഴിവുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 മുതൽ 25 വരെ, അല്ലെങ്കിൽ 1 മുതൽ 26 വരെ എത്ര ഒറ്റക്ക സംഖ്യ ഉണ്ട്? നമുക്കറിയാം 13 നമുക്കറിയാം, അല്ലേ? 1 മുതൽ 25 അല്ലെങ്കിൽ 1 മുതൽ 26 വരെ എത്ര ഒറ്റക്ക സംഖ്യ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, 1 മുതൽ 26 വരെ എത്ര ഒറ്റക്ക സംഖ്യ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതിൻ്റെ തുക എത്രയാണ്? ഈ 13 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 13² ആണ്. നമുക്കറിയാം 169 ആണ്. ഇതിൽ എന്ത് മാത്രമേ ഇല്ലാത്തുള്ളൂ? 1, 3 മാത്രമേ ഇല്ലാത്തുള്ളൂ. ആ 1, 3 എന്തെന്ന് കുറച്ചാൽ പോരെ? 1ൻ്റെയും 3ൻ്റെയും തുക എത്രയാണ്? 1 + 3 4. അതായത് 1 + 3 4. ആ 169 4 കുറച്ച് കഴിഞ്ഞാൽ 165 ആയിരിക്കും ആൻസർ. 165 ആൻസർ 165. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ? ഓക്കെ, 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒറ്റക്ക സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞത് n² ആണ്. 5 മുതൽ 25 വരെ എന്നുള്ളതിന് പകരം നമ്മൾ 1 മുതൽ 26 വരെ നിർത്തൂ. 1 മുതൽ 26 വരെ ആണെങ്കിൽ എത്ര ഒറ്റക്ക സംഖ്യയുണ്ട്? 13 ഒറ്റക്ക സംഖ്യ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 13² ആയിരിക്കും. 13² എന്ന് പറഞ്ഞാൽ 169 ആയിരിക്കും. ഇതിൽ എന്ത് മാത്രമേ ഇല്ലാത്തുള്ളൂ? 1ഉം 3 മാത്രമേ ഇല്ലാത്തുള്ളൂ, അല്ലേ? ബാക്കി 5 മുതൽ 25 വരെ ഇവിടെ ഉണ്ട്, ഇല്ലേ? അപ്പോൾ ആ 1ഉം 3ൻ്റെയും തുക എത്രയാണ്? 4 ആണ്. 1 + 3 4. ആ 4 എന്ന് വെച്ചാൽ 169 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 165 കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണ്. ഇനി പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം എന്ന് പറഞ്ഞാൽ a + 6d ആണ്, അല്ലേ? അല്ലെങ്കിൽ a7 എന്ന് എഴുതാം നമുക്ക്. 7ാം പദം എന്ന് പറഞ്ഞാൽ a7 ആണ്. 7ാം പദം എത്ര? 52 ആണ്. പൊതുവ്യത്യാസം 6 തന്നിട്ടുണ്ട്, അല്ലേ? ഓക്കെ, അയാൾ 16ാം പദം എത്രയാണെന്ന് വെച്ചാൽ 16ാം പദം. അപ്പോൾ a16 കാണണം, അല്ലേ? 16ാം പദം അയാൾ 16ാം പദം എത്ര? a16ഉം a7ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 16 - 7 എത്രയാണ്? 16 - 7 എന്ന് എത്ര? 9 ആണ്, അല്ലേ? 9ഉം 7ഉം അപ്പോൾ 9. അപ്പോൾ നമുക്ക് ഈ a7ൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? 9d ആഡ് ചെയ്താൽ മതി. അതായത് ഡിഫറൻസ് 9 ആണ്. 9d എത്ര? ഇവിടെ 6 ആണ്. അത്ര ആഡ് ചെയ്താൽ മതി. a7 എന്ന് പറഞ്ഞാൽ ആൾറെഡി തന്നിട്ടുണ്ട്. a7ൻ്റെ വാല്യൂ എത്രയാണ്? 7ാം പദത്തിൻ്റെ വാല്യൂ എത്രയാണ്? 52 ആണ്. 52 + 9 × d. 9d എന്ന് പറഞ്ഞാൽ എത്ര? d പൊതുവ്യത്യാസം എത്ര? 6 ആണ്. 9 × 6. 9d 9 × 6 54. അപ്പോൾ 52 + 54 ചെയ്ത് കഴിഞ്ഞാൽ 4 × 6 5 × 10 106. ആൻസർ എത്രയാണ്? ആൻസർ 106 ആയിരിക്കും. ആൻസർ 106. ഓപ്ഷൻ ബി. ഒന്നുമില്ല.
പൊതുവ്യത്യാസം 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കോമൺ ഡിഫറൻസ് 6 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 7 തന്നിട്ടുണ്ട്. 7 എന്ന് പറഞ്ഞാൽ A7 തന്നിട്ടുണ്ട്. എത്രയാ? അത് 52 നമുക്ക് കാണേണ്ടത് എത്രയാ? A16 നമുക്ക് കാണേണ്ടത്. ഈ A16 A7 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 9. ഓക്കെ, ആ 9 എന്ന് പറഞ്ഞ സംഗതി 9D അല്ലേ? 9D എന്ന് പറഞ്ഞ സംഗതി എത്രയാണ്? 9D എന്ന് പറഞ്ഞാൽ 9 × 6 54. ആ 54 ഈ 52 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? A16 കിട്ടും. ദാറ്റ് ഈസ് 54 52 106. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം എന്താ ചോദ്യം? 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം പോളിഗൺ. ഓക്കെ, പോളിഗണ് ഓക്കെ എന്നാണ് എന്താ പറയുക സൈഡ് വിചാരിക്കുക. എൻ സൈഡുള്ള ഒരു പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ, അതായത് ആന്തരക്കോണിൻ്റെ സമയം എത്രയായിരിക്കും? ദാറ്റ് ഈസ് n-2 × n-2 × 180 ആയിരിക്കും. n-2 × 180 ആയിരിക്കും. ഇവിടെ n എത്രയാണ്? 12. 12 - 2 എന്ന് പറഞ്ഞാൽ 10 × 180 ആയിരിക്കും എന്ത്? ഓക്കെ, ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ. ഓക്കെ, ദാറ്റ് ഈസ് 1800 ആയിരിക്കും. അപ്പോൾ നമുക്ക് 1800 ടോട്ടലാണ്. ഓക്കെ, ഇതൊരു സമഭുജമാണ് എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 1800 ഒരു ഇൻറ്റീരിയർ ആംഗിൾ എങ്ങനെ കിട്ടുക? 1800 ഡിവൈഡഡ് ബൈ എത്ര സൈഡ് ഉണ്ട്? 12. അപ്പോൾ 1800 ഡിവൈഡ് ബൈ 12. ഓക്കെ, 1800 ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1800 ഡിവൈഡഡ് ബൈ 12 എത്ര വരിക? ഒരു 12. ഓക്കെ, ബാക്കി എത്ര? 6. ഓക്കെ, അപ്പോൾ 6 60 12 എത്ര? 5. 150 ആയിരിക്കും ആൻസർ. 150 ആൻസർ. 150 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നുമില്ല. അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എത്രയാണ്? n-2 ഇക്വേഷൻ സം ഓഫ് n-2 × 180 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞ സംഗതി 12 തന്നിട്ടുണ്ട്. ആ 12 - 2 12 - 2 × 180 ദാറ്റ് ഈസ് 10 × 180 1800 കിട്ടി. ഇത് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഒരു ആംഗിൾ കാണണമെങ്കിൽ എത്ര ഭുജങ്ങളുണ്ട്? 12 ഭുജമുണ്ട്. അപ്പോൾ ഒരു ഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കാണണമെങ്കിൽ 1800 ഡിവൈഡ് ബൈ 12 ചെയ്തു 150 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ഒരു കോൺ 45 മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്ര? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് ചോദ്യം. അതായത് നമുക്കറിയാം മട്ടത്രികോണമാണ് പറഞ്ഞു. ഇത് 90 ഇത് 90 നമുക്കറിയാം. ഒരു ആംഗിൾ 45 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ 90 മറ്റേ ആംഗിൾ 45 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഒരു ത്രികോണമാണെങ്കിൽ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1:1:2 ആയിരിക്കും. 1:1:2 ആയിരിക്കും. അപ്പോൾ ഇത് 8 തന്നിട്ടുണ്ട്. ഇത് 8 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 8√2 ആയിരിക്കും. 8√2 1:1:2. ദാറ്റ് ഈസ് ഓക്കെ 8 8√2. അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പോട്ന്യൂസ് ഓക്കെ നമുക്ക് പൈതഗോറസ് തിയറം എടുക്കാം. എന്താ വരിക ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഇതിൻ്റെ കോണളവ് കിട്ടി. ഇത് 8 കിട്ടി. ഇത് 45. ഇത് 90 നമുക്കറിയാം. ഇത് 45 അറിയാം. ഓക്കെ, ഇത് 45 അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8² + 8² = അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. അപ്പോൾ 8² + 8² = h² എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? 2 × 8² = h². അപ്പോൾ h എന്ത് വരും? h √2 × 8 8√2 ആണ് ആൻസർ. അപ്പോൾ ഈ ലംബത്തെ ഈ കർണത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീളം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? 8√2. ഓക്കെ, ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം 1/4. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ നീളം 1/4. അപ്പോൾ ഒരു വൃത്തമുണ്ട്. അത് അങ്ങനെ ഒരു വൃത്തമുണ്ട് വിചാരിക്കുക. ഇതാണ് അതിൻ്റെ വ്യാസം. ഓക്കെ, ഒരറ്റം ഇത് 1/4 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഓക്കെ, എന്താണ്? ഇതങ്ങനെ ഒരു വൃത്തമുണ്ട്. ഒരറ്റം ഇതങ്ങനെ വരച്ചിട്ടുണ്ട്. ഒരറ്റം 1/4. ഓക്കെ, 1/4 കിട്ടുന്നുണ്ട്. വൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെ വിചാരിക്കുക. വൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെയാണെങ്കിൽ എന്താ തന്നിരിക്കുന്നത്? വൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെയാണ്. വൃത്തത്തിൻ്റെ കേന്ദ്രമെങ്കിൽ അത് എത്ര 3. ഓക്കെ, 3 - 4 തന്നിട്ടുണ്ട്. 3 - 4 തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഇതാണ് കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റം ഈ അറ്റാണ് കാണേണ്ടത്. നമുക്ക് ഈ അറ്റാണ് കാണേണ്ടത്. ഇതെങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഇത് x, y നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് x, y എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ദിവസം എന്താണെന്നറിയോ? x + 1. ഓക്കെ, അതായത് ഈ എക്സും ഈ 1ഉം ഈ 1ഉം ഓക്കെ x + 1/2 = എന്താ തന്നിരിക്കുന്നത്? വൃത്തത്തിൻ്റെ സെൻറ്റർ എത്ര? 3 ആണ്. അപ്പോൾ x എന്ത് വരും? x എന്ത് വരും? 6. ഓക്കെ, 6 - 1 x = 5. x = 5 വന്നു. ക്ലിയർ ആണല്ലേ? ഓക്കെ, അതായത് ഓക്കെ x + 1/2 = 3 വന്നു. അതായത് x = 6 - 1 x = 5 വന്നു. ഇനി അതുപോലെ തന്നെ y എങ്ങനെ കാണുക? ഓക്കെ, എങ്ങനെ y കാണുക? ഇവിടെ നമുക്ക് മനസ്സിലായി. ഇവിടെ
ഇവിടെ മറ്റേ ഓക്കെ ഒരറ്റം 1-4 ആണ്, 1-4 ആണ്. ഇവിടെ വൃത്തത്തിൻ്റെ സെൻറ്റർ എന്ന് സംബന്ധി വൃത്തത്തിൻ്റെ സെൻറ്റർ എന്ന് സംബന്ധി എത്ര അത് 3-4 ആണ്. 3-4 ആണ്. ഇതെന്ന് സംബന്ധി ഇത് അല്ലെങ്കിൽ ഇതെത്ര ഇത് x, y ആണ്. എക്സ് നമുക്ക് കിട്ടിയപ്പോൾ ഓക്കെ. ഇനി വൈ കിട്ടണമെങ്കിൽ എന്താണ് ഓക്കെ വൈ കിട്ടണമെങ്കിൽ എന്താ വരിക y+4 ഓക്കെ അല്ലേ y+4 അല്ലേ y+4/2 ഈസ് ഈക്വൽ ടു -4 ആണ്. -4 ആണ്. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും y ഈക്വൽ ടു -8 -4 വിച്ച് ഈസ് ഈക്വൽ ടു -12. അപ്പോൾ മറ്റേ എക്സ് എന്ന സംഗതി നേരത്തെ നമുക്ക് 5 കിട്ടി, y ഇവിടെ -12 കിട്ടി. അപ്പോൾ 5 -12 ആയിരിക്കും ഈ ഒരു എക്സും വൈയും. ഈ എക്സും വൈ എത്രയായിരിക്കും ഈ എക്സും വൈയും ഓക്കെ. ഈ എക്സും വൈ എന്തായിരിക്കും ഈ എക്സും വൈ എന്തായിരിക്കും 5 -12 ആയിരിക്കും ഓക്കെ. 5 -12 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ഓക്കെ. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താ? അപ്പോൾ ഒരു അതിവർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ 365 ദിവസമാണ്. ഒരു അതിവർഷം എന്ന് പറഞ്ഞാൽ 366 ദിവസമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ 366 ആയിരിക്കും അവിടെ ഉള്ള ഡേയ്സ്. ആ 366 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 35 ബാക്കി 1 16 7 14 ശിഷ്ടം 2 അപ്പോൾ 52 ഒക്കെ മുഴുവൻ ആഴ്ച ഉണ്ടായിരിക്കും. ബാക്കി ശിഷ്ടം 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് ഞായറാഴ്ച ആവാനുള്ള കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഒന്നിലെങ്കിലോ എങ്ങനെ വരാം ഒന്നിലെങ്കിലോ സൺഡേ മൺഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. ഇതിൽ സൺഡേ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയും സൺഡേ ഉണ്ട് അല്ലേ. അപ്പോൾ സൺഡേ ആവാനുള്ള പ്രോബിലിറ്റി എത്ര എന്തായിരിക്കും? ദാറ്റ് ഈസ് 2/7 ആയിരിക്കും സൺഡേ ആവാനുള്ള പ്രോബിലിറ്റി. ആ 2 ദിവസം സൺഡേ ആവാനുള്ള പ്രോബിലിറ്റി 2/7 ആയിരിക്കും. 2/7 ഓപ്ഷൻ എ ആയിരിക്കും. ക്ലിയർ ആണോ വിചാരിക്കണോ? ഒന്നുമില്ല. അതിവർഷത്തിൽ നമുക്കറിയാം 366 ദിവസമാണ്. ആ 366 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് 52 പൂർണ്ണ മുഴുവനാഴ്ചയും കിട്ടി. ബാക്കി ശിഷ്ടം 2 കിട്ടി. ഈ 2 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ എങ്ങനെയൊക്കെ വരാം സൺഡേ മൺഡേ വരാം, മൺഡേ ട്യൂസ്ഡേ വരാം, ട്യൂസ്ഡേ വെനസ്ഡേ വരാം, വെനസ്ഡേ തേഴ്സ്ഡേ വരാം, തേഴ്സ്ഡേ ഫ്രൈഡേ വരാം, ഫ്രൈഡേ സാറ്റർഡേ വരാം, സാറ്റർഡേ സൺഡേ വരാം. അതിൽ നമുക്ക് സൺഡേ വരുന്ന 2 കോമ്പിനേഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? സൺഡേ മൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എന്താ പറയുക സാറ്റർഡേ സൺഡേ. അപ്പോൾ 2/7 ആയിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി എന്ന് ചോദി. ക്ലിയർ ആണ് ഓക്കെ. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ എത്ര? ഒരു സംഖ്യ x ആണ്. അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞ സംഗതി 1/x ആണ്. തുക 6 ആണ്. നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² + 1 ഓക്കെ ഈസ് ഈക്വൽ ടു ഓക്കെ 6x അല്ലെങ്കിൽ നമുക്ക് x² -6x + 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം ഓക്കെ. ഇതൊരു പോളിനോമിയലാണ് അല്ലേ ഓക്കെ. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വരിക -b ± √b² - 4ac/2a എന്ന് എഴുതാം ഓക്കെ. -b ± √b² - 4ac/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ -b എത്രയാണ്? -b എന്ന് പറഞ്ഞാൽ -6² ഓക്കെ. -b ± √b² - 4ac/2a എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x² - 6x + 1 അല്ലേ. എന്താ നമ്മുടെ ഇക്വേഷൻ ഓക്കെ. x² ഓക്കെ -6x + 1 അതിൽ -b എന്താ വരിക? -b എന്ന് പറഞ്ഞാൽ -b ആൾറെഡി ഓക്കെ. അപ്പോൾ 6 ± √(-b² ദാറ്റ് ഈസ് 36 - 4ac. a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ -6, c എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ എന്താ പറയുക 4 / 2a 2 എന്ന് 2 ഓക്കെ. ഇനി ഇതിനെന്താ വരിക ഓക്കെ 6 ± √(32/2) എന്ന് വരും. 32/2. ഈ 32 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? +or - √(32/2) 32 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 +or - √16 × 2/2 എന്ന് എഴുതാം. 16 എന്ന് പറഞ്ഞാൽ √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 6 +or - 16 √14 എന്ന് പറഞ്ഞാൽ 4/2 എന്ന് എഴുതാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 3 +or - 2√2 3 +or - 2√2. ഇവിടെ ആൻസർ എന്താ വരിക? ആൻസർ 3 +or - 2√2. ഇനി ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം √ABD അല്ലെങ്കിൽ ആംഗിൾ ABD 30 ആയാൽ ആംഗിൾ ACD എന്ന് പറഞ്ഞ സംഗതി എന്താണ് ചോദ്യം. അപ്പോൾ ആംഗിൾ ABD നോക്കേ. ഈ AD എന്ന് പറഞ്ഞ സംഗതി ഒരു ആർക്കാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് ഫോം ചെയ്യുന്ന ഒരു ആംഗിളാണത് ABD എന്ന് പറഞ്ഞ സംഗതി ഓക്കെ. ABD എന്ന് പറഞ്ഞ സംഗതി ദാറ്റ് ഈസ് ABD എന്ന് പറഞ്ഞാൽ 30 തന്നിട്ടുണ്ട്. ഇനി ഈ ആർക്ക് ഈ ചാപം ഓക്കെ. ഈ ചാപം മറ്റേ എന്താണ് അതിൻ്റെ സെൻട്രൽ
അതിൻ്റെ വൃത്തത്തിൻ്റെ കോൺ, വൃത്തത്തിൻ്റെ സെൻറ്ററുമായും ഉണ്ടാക്കുന്ന കോണാണ് എ സി ഡി. ഓക്കെ, എ സി ഡി. ഇത് എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? ഇതെപ്പോഴും ഈ എ ബി ഡിയുടെ ഇരട്ടിയായിരിക്കും. ഓക്കെ, ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡിയുടെ ഇരട്ടിയായിരിക്കും ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് ഈ ചാപം അല്ലെങ്കിൽ ആർക്ക് എ ഡി, അതിൻ്റെ ഓപ്പോസിറ്റ് ചാപത്തിലുണ്ടാക്കുന്ന ആംഗിളാണ് എ ബി ഡി. അത് വൃത്ത സെൻറ്റർ അല്ലെങ്കിൽ അത് എ ഡി അതിൻ്റെ സെൻറ്റർ ഓഫ് വൃത്തത്തിൻ്റെ സെൻറ്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഇരട്ടിയായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടത്തിലായിരിക്കും ഇവിടെ 60 വരിക. 60. ഓക്കെ, 60. ആൻസർ 60 വരിക. 60. ക്ലിയർ. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രമായി യോജിപ്പിച്ചാൽ കിട്ടാവുന്ന കേന്ദ്രകോൺ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ വന്നില്ല. ഇതാ ഓക്കെ, എങ്ങനെ ചോദ്യം എങ്ങനെ വന്നിരിക്കുന്നത്? ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു കേന്ദ്രകോൺ അല്ലേ, 12, 1, 2, 3. ഇത് സെൻറ്റർ വിചാരിക്കുക. ഇങ്ങനെ. അപ്പോൾ ഒന്ന് ഇടവിട്ട ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നമ്മൾ നോക്കിയത് 05/2024 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് LDCയിൽ ചോദിച്ച 10 മാത്സ് ചോദ്യങ്ങളാണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്